ഒരു സ്ഥാപനവുമായിട്ട് ഇരിക്കുക എന്നുള്ളതിലല്ല അവർ ത്രില്ല് കാണുന്നത്. കുറേ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു, അതിൽ നമ്മൾക്ക് മനസ്സിലാവുന്നു ചിലപ്പോൾ ഒന്നിലേറെ സ്ഥാപനങ്ങൾ പെട്ടെന്ന് അടയ്ക്കുന്നു. എത്രയോ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ തുടങ്ങിയിട്ട് നല്ല പ്രതീക്ഷ കസ്റ്റമേഴ്സൊക്കെ ഇടിച്ച് കയറുന്നുണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ബാഹ്യമായിട്ട് വളരെ വർണ്ണാഭമായിട്ട് കളർഫുള്ളായിട്ട് വളരെ പ്രോഫിറ്റബിൾ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ സ്ഥാപനങ്ങളൊക്കെ അടയ്ക്കുന്നത് ഇതൊരു വിചിത്രാവസ്ഥയായിട്ട് നമുക്ക് തോന്നാവുന്നതാണ്. പലയിടത്തും ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായും അതുപോലെ തന്നെ ഡീപ്പായിട്ടും ഇവരുടെ രീതി പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇവർ എല്ലാ കാര്യങ്ങളും മൊത്തമായിട്ട് അവലോകനം ചെയ്തിട്ട് ഇത് നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ അത് അടച്ചുകളയാണ്. നിഷ്കരണം അതിനെ കുന്നുകളയാണ്, അടച്ചുകളയാണ്. എന്നിട്ട് പുതിയ ഒരെണ്ണം വേറെ തുടങ്ങുന്നുണ്ടാവും. അത് നമ്മൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അതൊരു രീതിയിൽ എത്തുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒന്നിലേറെ ബാസ്ക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയും. ഡിഫറൻറ്റ് ബാസ്ക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന വളരെ വൈസായിട്ടുള്ള സമർത്ഥമായിട്ടുള്ള നീക്കമാണ് ഇത്തരം ഓൺട്രപ്രണേഴ്സ് നടത്തുന്നത്. അവരാണ് ശരി. കാരണം സ്റ്റാർട്ടപ്പുകാരൊക്കെ പ്രത്യേകിച്ച് ഇത്തരം ഇൻവെസ്റ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം ബിസിനസ്സുകാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ഉൾത്തെളിച്ചം, ഇൻസൈറ്റ്, അതുപോലെ തന്നെ ഫോർസൈറ്റ് ഇവരിൽ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇവർ ലാഭം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഒപ്പം തന്നെ നഷ്ടം കുറയ്ക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നു. അതിൽ അവർക്ക് ദുരഭിമാനമോ ഒന്ന് ക്ലോസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സോ പ്രയാസമോ അങ്ങനത്തെ ഫീലിംഗ് ബാഡ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻസ് ഒന്നും അവർക്കില്ല, അവരെ ബാധിക്കുന്നില്ല. അതുതന്നെയാണ് ഒരു സംരംഭകൻ്റെ യഥാർത്ഥമായ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്.